അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഫുട്ബോൾ ജേഴ്സി ഇട്ട് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാൻ പാടുണ്ടോ എന്നാണ് ഒരു ചോദ്യം കിട്ടിയിട്ടുള്ളത്. ഇവിടെ ചില അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് വിഷയം ക്ലിയർ ആകും. ഒന്നാമതായി, ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുള്ള വസ്ത്രം ധരിക്കാനേ പാടില്ല. അത് നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത്തരം വസ്ത്രങ്ങൾ ഹറാമാണ്, നിഷിദ്ധമാണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിലക്കിയിട്ടുള്ള വിഷയമാണ്. രണ്ടാമതായി, ചിത്രപ്പണികളുള്ള വസ്ത്രങ്ങൾ, അതല്ലെങ്കിൽ എഴുത്ത് കള്ളികളൊക്കെയുള്ള വസ്ത്രങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബി ഒരു വസ്ത്രം സമ്മാനമായി നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിച്ചു. എന്നാൽ ആ വസ്ത്രം ചിത്രപ്പണികളുള്ളതായിരുന്നില്ല, അല്പം കള്ളികളുള്ള വസ്ത്രമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ അതിലേക്ക് ശ്രദ്ധ പോവുകയും നമസ്കാരത്തിലെ ശ്രദ്ധ അതിലേക്ക് പോയപ്പോൾ പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം ആ വസ്ത്രം ഒഴിവാക്കിയത് ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകന്റെ സ്വന്തം നമസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിയത് കൊണ്ടാണ് പ്രവാചകൻ ഒഴിവാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നമസ്കാരത്തിലെ ശ്രദ്ധ തെറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ പാടില്ല. ഇനി മറ്റൊന്നാണ് നമ്മുടെ വസ്ത്രം കൊണ്ട് മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ തെറ്റുക എന്നുള്ളത്. ഇവിടെ ചോദിക്കപ്പെട്ടതുപോലെ ജേഴ്സി ഇട്ടത് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നിൽ എഴുത്തുകളുള്ള അതേപോലെ തന്നെ ചിത്രപ്പണികളുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പിന്നിലെ സ്വപ്പിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ ശ്രദ്ധ നമ്മുടെ വസ്ത്രത്തിന് പുറത്തേക്ക് പോകും. അതിലുള്ളത് വായിക്കുവാനും അതിലുള്ള നോക്കുവാനും അങ്ങനെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തന്നെ നഷ്ടപ്പെട്ട് അവരുടെ നമസ്കാരം തന്നെ ബാത്തിലായി പോകാൻ അല്ലെങ്കിൽ പരിപൂർണമായ കൂലി നഷ്ടപ്പെടാൻ കാരണമാകും. അതിന് നമ്മൾ കാരണക്കാരായി തീരുന്നത് കൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. അതേപോലെ തന്നെ ചില വസ്ത്രങ്ങളുടെ പിന്നിലും മുന്നിലുമൊക്കെ ഹറാമായ എഴുത്തുകൾ ഉണ്ടാകും. അനാവശ്യങ്ങൾ, അശ്ലീലതകൾ നിറഞ്ഞ എഴുത്തുകൾ, അതല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ എഴുത്തുകളും ചിത്രങ്ങളും അത്തരം വസ്ത്രങ്ങൾ ധരിക്കുവാനും പാടില്ല. ഇനി ഇത്തരം വസ്ത്രങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹിയാകും. കാരണം നമസ്കാരത്തിന്റെ സ്വീകാര്യതയ്ക്ക് വസ്ത്രത്തിലോ ശരീരത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ നജസില്ല എങ്കിൽ, ശുദ്ധമായ തൊഹൂറായ വസ്ത്രമാണ് എങ്കിൽ, അശുദ്ധിയില്ലാത്ത നജസില്ലാത്ത വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിച്ച നമസ്കാരം ശരിയാകും. എന്നാൽ അത് നമസ്കാരത്തിന് ശ്രദ്ധ എത്തിക്കുന്നതാണ്. പള്ളിയിലേക്ക് വരുന്നത് ഒഴിവാക്കേണ്ടതാണ്. അത്തരം ആളുകളുടെ നമസ്കാരം തെറ്റുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ പറയപ്പെട്ട രൂപത്തിൽ മോശങ്ങളാണെങ്കിൽ അത് ഹറാമിന്റെ ശിക്ഷ കൂടി ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പൊതുവെ പള്ളിയിലേക്ക് നമ്മൾ നമസ്കരിക്കാൻ വരുമ്പോൾ ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ പള്ളിയിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. നമ്മൾ അള്ളാഹുവിന് മുമ്പിലാണ് നമസ്കരിക്കുന്നത്, റബ്ബിന് മുമ്പിലാണ് നിൽക്കുന്നത്. ആ ബോധത്തോടു കൂടി ഏറ്റവും നല്ല നമസ്കാരത്തെ ആദരിക്കുന്ന, അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന, നമസ്കാരത്തെ ബഹുമാനിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. എഴുത്തുകളും ചിത്രങ്ങളും ഫുട്ബോൾ ജേഴ്സിയും കളിക്കുമ്പോഴുള്ള വസ്ത്രങ്ങളും എല്ലാം അത് നമസ്കാരത്തിന് നിസാര വലിക്കൊരുക്കിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.